നമസ്കാരം. മലയാളി നേഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് UNA. ജാസ്മിൻ ഷാ എന്ന ഒരു മുസ്ലിം നാമധാരിയാണ് അതിൻ്റെ നേതാവ്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ജാസ്മിൻ ഷാ UNAയുടെ പ്രസിഡന്റായത്. ഭൂരിപക്ഷം നേഴ്സുമാരും വിചാരിച്ചാൽ ഞൊടിയിടയിൽ ജാസ്മിൻ ഷായെ ആ പദവിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. പക്ഷേ നേഴ്സുമാരുടെ അവകാശങ്ങൾ കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നേടിയെടുത്ത് ജാസ്മിൻ ഷായെ അവർ ചേർത്ത് പിടിക്കുന്നു. ജാസ്മിൻ ഷായിലൂടെ UNA വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ ജാസ്മിൻ ഷായെയും UNAയും തകർക്കാൻ ആശുപത്രി മാനേജ്മെൻറ്റുകൾ പല നമ്പരുമായി രംഗത്തിറങ്ങും. ജാതിമത ഭേദമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിനെതിരെ സമരമോ സംഘർഷമോ രൂപപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് മതത്തിൻ്റെ നിറം വരും. പാലായിലെ ചേർപ്പുങ്കൽ മാർസ്ലീവ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വിമർശനങ്ങൾക്കും കാരണം. ക്രൈസ്തവ ഹൈന്ദവ മാനേജ്മെൻറ്റുകളെ തപ്പിപ്പിടിച്ച് ജാസ്മിൻ ഷായും കൂട്ടരും പൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നു. ജിഹാദിയുടെ നാവായി മാറുന്നു. മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടിയാണ് എന്ന തരത്തിൽ വ്യാജ പ്രചരണം ആരംഭിച്ചു. മറുനാടൻ ജാസ്മിൻ ഷായെയും UNAയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. ജാസ്മിൻ ഷാ സുഡാപ്പിയാണെന്ന് തെളിയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം വാഗ്ദാനം ചെയ്തു. UNA ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ളത് മുസ്ലിം മാനേജ്മെൻറ്റ് ആശുപത്രികളിലാണ് എന്നും ആകപ്പാടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ മാത്രമേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരെ സമരം നടന്നിട്ടുള്ളൂ എന്നും വ്യക്തമായി. പക്ഷേ എന്നിട്ടും ചില യൂട്യൂബർമാർ മത തീവ്രവാദികളെ മൗലികവാദികളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണം അവസാനിപ്പിക്കുന്നില്ല. ജാസ്മിൻ ഷാ സുഡാപ്പിയാണെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റുകളിൽ സമരം നടത്തുന്നില്ലെങ്കിൽ ഹിന്ദു ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിൽ മാത്രമാണ് സമരം നടത്തുന്നതെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരൂ, 1 ലക്ഷം രൂപ തരാം എന്നായിരുന്നു മറുനാടൻ പറഞ്ഞത്. അതിന് മറുപടി നൽകാതെ ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമപ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട്. താൻ ഭാരതം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകനാണെന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, വാജ്പേയി മൻമോഹൻ സിംഗ് മുതൽ മോദി വരെ കണ്ടാൽ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന വലിയ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാൾ. അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നിൻ്റെയും നിജസ്ഥിതി അറിയാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നതടക്കം ബിലീവേഴ്സ് ചർച്ചിൽ ജോലിക്കാരനായി കയറിക്കൂടി ബ്ലാക്ക് മെയിലിംഗ് നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ വരെ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അയാൾ പക്ഷേ ജാസ്മിൻ ഷാ ഇസ്ലാമിക വർഗീയവാദിയാണ്, സുഡാപ്പിയാണ്, ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ തകർക്കാൻ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. താൻ മഹാനായ ജേർണലിസ്റ്റാണ് എന്ന് പറയുന്നതല്ലാതെ ഈ ആരോപണത്തിൻ്റെ തരിമ്പ് തെളിവ് വേണ്ട ഒരു ലോജിക്ക് പോലും കൊണ്ടുവന്നിട്ടില്ല. മറുനാടൻ അതിന് ചോദ്യം ചെയ്തപ്പോൾ തെളിവില്ലാതെ ഉത്തരം മുട്ടി ഇപ്പോൾ മറ്റൊരു തമാശ കഥയുമായി രംഗത്ത് വന്നിരിക്കുന്നു. 1 ലക്ഷത്തിന് പകരം 5 ലക്ഷം നൽകാം, അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം എന്നാണ് അവകാശവാദം. ഞാൻ അയാളുടെ ചോദ്യങ്ങൾ സശ്രദ്ധം കേട്ടപ്പോൾ അയാളെക്കുറിച്ച് അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ജാസ്മിൻ ഷാ സുഡാപ്പിയാണ് എന്ന് പറയാൻ ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് ഒരു പമ്പര വിഡ്ഢിയെ പോലെ ചില വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് വെറും ഒരു തറ യൂട്യൂബറായി അയാൾ രംഗത്ത് വന്നിരിക്കുന്നു. അയാൾ ചോദ്യം ചോദിക്കേണ്ടതും ഉത്തരം പറയേണ്ടതും ജാസ്മിൻ ഷായുടെ ഇസ്ലാമിക മൗലികവാദ ബന്ധത്തെക്കുറിച്ചാവണം. നേഴ്സുമാരെ മുമ്പിൽ വെച്ചുകൊണ്ട് ജാസ്മിൻ ഷാ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചും ബ്ലാക്ക് മെയിലിനെ കുറിച്ചും ആവണം. ഇത് രണ്ടും പറയാതെ ജാസ്മിൻ ഷായുമായോ UNAയുമായോ ഒരു ബന്ധവുമില്ലാത്ത ചില ചോദ്യങ്ങളുമായി അയാൾ രംഗത്ത് വരുന്നു. ഇയാൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ലവ് ജിഹാദിന് 3500 മലയാളി പെൺകുട്ടികൾ വിധേയരായിട്ടുണ്ട്. ജാസ്മിൻ ഷാ ലവ് ജിഹാദിനെ തള്ളിപ്പറയുന്നു, യോജിക്കുന്നു എന്നതാണ്. നിയമപരമായി ലവ് ജിഹാദ് തെളിയിക്കാൻ കഴിയില്ലെങ്കിലും ലവ് ജിഹാദ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ജാസ്മിൻ ഷാ എന്തിനാണ് അതിന് മറുപടി പറയേണ്ടത്? ജാസ്മിൻ ഷാ രാഷ്ട്രീയമോ മതമോ പറയുന്ന ആളല്ല, നേഴ്സുമാരുടെ പ്രശ്നത്തിൽ മാത്രം ഇടപെടുന്നയാളാണ്. ജാസ്മിൻ ഷാ ലവ് ജിഹാദിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ അയാൾ സുഡാപ്പിയാണ് എന്ന് ഈ യൂട്യൂബർ പറയുന്നെങ്കിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളുടെ നിലപാട് ആദ്യം ചോദിക്കണം. ഏതെങ്കിലും ഒരു CPM നേതാവിനെ കൊണ്ടോ കോൺഗ്രസ് നേതാവിനെ കൊണ്ടോ ഇതിനുത്തരം പറയിപ്പിക്കാൻ കഴിയുമോ? ആദ്യം അവർ ഉത്തരം പറയട്ടെ. അവർ അതിനെക്കുറിച്ച് ഉത്തരം പറയുന്നില്ലെങ്കിൽ അവരെല്ലാം സുഡാപ്പിയാണെന്നാണോ വിശ്വസിക്കുന്നത്? എന്തിനേറെ PS ശ്രീധരൻ പിള്ളയെ പോലുള്ള ഒരു BJP നേതാവിനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ കഴിയുമോ? അവരാരും ഉത്തരം പറയേണ്ടതില്ല, ജാസ്മിൻ ഷാ അതിന് ഉത്തരം പറയണം എന്ന് പറയുന്നത് എത്ര വിചിത്രമാണ്. രണ്ടാമത്തെ ചോദ്യം, ഖത്തർ എന്ന രാജ്യം ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്ന സത്യം ജാസ്മിൻ ഷാ അംഗീകരിക്കുമോ നിഷേധിക്കുമോ? ഖത്തർ ഭീകര രാജ്യം ആണ് എന്ന് ജാസ്മിൻ ഷാ പറഞ്ഞില്ലെങ്കിൽ ജാസ്മിൻ ഷാ സുഡാപ്പിയാണത്രേ. ഈ ചോദ്യത്തിന് ഈ യൂട്യൂബർ ആദ്യം ഉത്തരം പറയിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയെ കൊണ്ടാണ്. ഖത്തറിന്റെ അമീർ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തിയപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച് എയർപോർട്ടിൽ പോയി
ആശ്ലേഷിച്ച് സ്വീകരിച്ചാനയിച്ച് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം അതിന് ഉത്തരം പറയട്ടെ. പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞതിന് ശേഷമല്ലേ ജാസ്മിൻ ഷാ നിലപാട് വ്യക്തമാക്കേണ്ടത്? ജാസ്മിൻ ഷാ ഖത്തറിനെ ഭീകരരാഷ്ട്രമായി അംഗീകരിച്ചില്ലെങ്കിൽ സുഡാപ്പിയാകുമെങ്കിൽ പ്രധാനമന്ത്രി മോദി സുഡാപ്പിയാണെന്നാണോ ഈ യൂട്യൂബർ പറയുന്നത്? അടുത്ത ചോദ്യം, ക്രൈസ്തവ മാനേജ്മെന്റുകളെ പൊളിക്കാൻ ഖത്തറിൽ നിന്നും ജാസ്മിൻ ഷായ്ക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്ന് തറപ്പിച്ച് പറയാമോ എന്നാണ്. ആ ചോദ്യം ഈ യൂട്യൂബർ ചോദിക്കേണ്ടത് അയാൾക്ക് ഉന്നതമായ ബന്ധമുണ്ട് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിനോടാണ്. ക്രൈംബ്രാഞ്ച് ജാസ്മിൻ ഷായ്ക്കെതിരെയുള്ള കേസിന്റെ വിശദാംശങ്ങൾ ഇയാൾക്ക് കൈമാറി എന്ന് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ജാസ്മിൻ ഷായ്ക്ക് ഖത്തർ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ നന്നാക്കാനോ പൊളിക്കാനോ പണം കൊടുത്തതിന്റെ രേഖകൾ അവിടെയുണ്ടെങ്കിൽ ദയവായി ഉന്നത ബന്ധം ഉപയോഗിച്ച് ശേഖരിച്ചിരിക്കുന്ന ആ രേഖകൾ പുറത്തുവിടണം. എന്നിട്ട് പോരെ ജാസ്മിൻ ഷായുടെ മറുപടി? 1200 പേരെ ഇസ്രായേലിൽ കയറി വെടിവെച്ചു കൊന്ന ഹമാസ് ഭീകര സംഘടനയാണോ അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണോ എന്ന് ജാസ്മിൻ ഷാ വ്യക്തമാക്കണമെന്നാണ് ഈ യൂട്യൂബറുടെ അടുത്ത ആവശ്യം. പ്രിയപ്പെട്ട യൂട്യൂബറെ, ഇക്കാര്യവും താങ്കളുടെ പ്രിയപ്പെട്ട, താങ്കൾ എപ്പോഴും സ്തുതി പാടുന്ന താങ്കളുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാത്തത് എന്ന് ചോദിച്ച് ആ ഉത്തരം പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ഷായോട് ചോദിക്കുന്നതാവും ഉചിതം. ഹിസ്ബുള്ളയും ഹമാസും ഭീകര സംഘടനയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവയെ നിരോധിക്കണം എന്ന് കഠിനമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ അത് നിരോധിക്കുന്നില്ല എന്ന ചോദ്യം എനിക്കുണ്ട്. ജാസ്മിൻ ഷാ ഇതിന് ഉത്തരം പറയുന്നതിന് മുൻപ് താങ്കൾ ദയവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മഹത്തായ ഭാരതത്തെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. മിനി പാകിസ്ഥാനിൽ താമസിക്കുന്ന ജാസ്മിൻ ഷാ ഉത്തരം പറയണം എന്നാണ് അടുത്ത വെല്ലുവിളി. അതായത് മലപ്പുറം ഒരു മിനി പാകിസ്ഥാൻ ആണേ എന്ന് ഈ യൂട്യൂബർ വിശ്വസിക്കുന്നു. മനസ്സിൽ വർഗീയതയുള്ളത് തെറ്റൊന്നുമല്ല. പക്ഷെ സ്വതന്ത്ര സത്യസന്ധനായ മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്നയാൾ കേരളത്തിലെ ഒരു ജില്ലയെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് പച്ചവർഗീയതയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അയാൾക്കില്ലെങ്കിൽ അയാളുടെ ആരാധകർക്കെങ്കിലും ഉണ്ടാവട്ടെ. അത്തരം ഒരു വർഗീയ പരാമർശത്തിന് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും ജാസ്മിൻ ഷായ്ക്കെന്നല്ല നീതിബോധമുള്ള ഒരു ഇന്ത്യക്കാരനുമില്ല. അടുത്തത്, താലിബാൻ സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചമർത്തുന്നതിനെതിരെ ജാസ്മിൻ ഷാ പ്രതികരിക്കുമോ എന്നാണ്. വീണ്ടും പറയുന്നു, അത് ജാസ്മിൻ ഷായുടെ പണിയല്ല. ഈ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായി മോദി ഭരിക്കുന്ന ഭാരതം നല്ല ബന്ധത്തിലാണെന്നും താലിബാന്റെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ അംഗീകരിക്കുന്നത് എന്തുകൊണ്ട് എന്നും ആദ്യം മോദിയോടും ഭാരതത്തോടും ഈ യൂട്യൂബർ വിശദീകരണം ചോദിക്കുക. അടുത്ത ഡിമാൻഡ്, ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നാണ്. ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇവിടുത്തെ CPM പോലും പറയുന്നില്ല. പിന്നെ ജാസ്മിൻ ഷാ പറയണം എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ട്? അവസാനത്തെ ചോദ്യം, കശ്മീര് ഇന്ത്യയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു എന്നതാണ്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ ഈ യൂട്യൂബർക്ക് എങ്ങനെ സംശയമുണ്ടായി എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല. എന്നാലും ഇന്ത്യയുടെ ഭാഗമല്ല കശ്മീർ എന്ന് ജാസ്മിൻ ഷാ ഇതുവരെ പറഞ്ഞതായി ആരും കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട യൂട്യൂബറെ, സ്വയം മഹാനാണ്, ലോക പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുടെ പിൻബലത്തിലാവണം. ജാസ്മിൻ ഷാ സുഡാപ്പിയാണ്, ഇസ്ലാമിക മൗലികവാദിയാണ്, ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കാൻ കൊട്ടേഷൻ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ലോജിക്കെങ്കിലും വേണം. അതില്ലാതെ വരുമ്പോൾ ജാസ്മിൻ ഷായുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ചില വർഗീയവാദികളെ, മൗലികവാദികളെ തൃപ്തിപ്പെടുത്തിയെന്ന് വരാം. നീതിബോധമുള്ള ഭാരതീയർ ഇത് കേട്ട് പുച്ഛിക്കുകയുള്ളൂ. ജാസ്മിൻ ഷാ നേഴ്സുമാർക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളാണ്. അവർക്ക് മാന്യമായ ജീവിതവും ശമ്പളവും ജാസ്മിൻ ഷായുടെയും UNAയുടെയും ഇടപെടൽ കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് അസ്വസ്ഥതയുണ്ടാകും എന്ന് തീർച്ചയാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ലക്ഷ്യമാക്കിയല്ല, നേരെ മറിച്ച് പാവപ്പെട്ട നേഴ്സുമാരുടെ ജീവിത നിലവാരം ഉയരുന്നത് കണ്ടുള്ള സന്തോഷം കൊണ്ടാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസം കൊണ്ടാണ് ഞാൻ UNAയെ പിന്തുണയ്ക്കുന്നത്. UNAയോ ജാസ്മിൻ ഷായോ ഏതെങ്കിലും ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും അഴിമതി നടത്തിയാൽ, എന്തെങ്കിലും കുത്തിത്തിരിപ്പ് നടത്തിയാൽ, വർഗീയത നടത്തിയാൽ അവരെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല. എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഞാൻ എക്കാലത്തും സത്യത്തിനൊപ്പമാണ് നിന്നത്. സത്യം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം പിന്തുണച്ചവർ പിന്നീട് അസത്യം ചെയ്താൽ അവരെ തള്ളിപ്പറയാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഞാൻ മാപ്പ് പറഞ്ഞ് തലയൂരുന്നു എന്നാണ് മറ്റൊരു ആക്ഷേപം. ഞാൻ ഇന്നേ വരെ കുറ്റകൃത്യം ചെയ്തിട്ട്, ഇന്നേ വരെ നുണ പറഞ്ഞിട്ട്, ഇന്നേ വരെ വ്യാജ വാർത്ത എഴുതിയിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായ സാഹചര്യങ്ങളിലും തെളിവുകളിലും വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം നിലപാട് തിരുത്തുമ്പോൾ അവരെ തള്ളിപ്പറയും, അവരെ പിന്തുണച്ചതിന് മാപ്പ് പറയും. അത് ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ല, എൻ്റെ പ്രേക്ഷകരോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെ പിന്തുണച്ചതിനാണ് മാപ്പ് പറഞ്ഞത്. ശശി തരൂർ മോശക്കാരനായതുകൊണ്ടല്ല, നേരെ മറിച്ച് പിണറായി വിജയനെ
പിന്തുണച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടാണ്. സായിഗ്രാമിലെ ആനന്ദകുമാറിനെ പിന്തുണച്ചതിൽ ആനന്ദകുമാർ ഇതുവരെ ചെയ്തതൊക്കെ നല്ല കാര്യമാണ്, അതിനെ പിന്തുണച്ചു. എന്നാൽ ഈ പാതിവില തട്ടിപ്പിന്റെ ഭാഗമായപ്പോൾ അതിൽ തള്ളി പറയുന്നു, തിരുത്തുന്നു. അതാണ് സത്യസന്ധത. അല്ലാതെ ഒരാളെ നിരന്തരം പിന്തുണയ്ക്കുക, അയാൾ കാട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിക്കുക എന്നത് സത്യത്തിൻ്റെ വഴിയല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നെ ഒരു കോടതിയും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. എന്നാൽ എച്ച് അലുവാലി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ കേസിൽ ഈ യൂട്യൂബർ 2 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് വിധിച്ചത് ഈ 2 വർഷത്തിനിടയിലാണ്. അത്തരമൊരു തിരിച്ചടിയും എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ബ്ലാക്ക് മെയിൽ ചെയ്തതിനോ ഭീഷണിപ്പെടുത്തിയതിനോ എൻ്റെ പേരിൽ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ആഗോള പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനെന്ന് അവകാശപ്പെടുമ്പോൾ ഉന്നയിക്കുന്ന വാദത്തെ പിന്തുണയ്ക്കുന്ന എന്തെങ്കിലും ഒരു ലോജിക്കെങ്കിലും കാട്ടുക എന്ന നീതിബോധം ഇനിയെങ്കിലും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.